ഇന്ന് മുട്ട വെച്ചിട്ട് വേറൊരു വെറൈറ്റി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെതൽ കയറുന്നുണ്ട് കേട്ടോ. മഴ പെയ്തപ്പോൾ തേച്ച സ്ഥലത്ത് കൂടെ ഒക്കെ ചെതൽ കയറുക. എല്ലായിടത്തും ചെതല. എങ്ങനെയാണ് ചെതൽ വരുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ലക്ഷ്മണരോഗ ചോക്കില്ലേ, അത് ഉറുമ്പിനൊക്കെ വരയ്ക്കണേ, അത് വരച്ചു കൊടുത്താൽ അത് കുറച്ച് കാലത്തേനുണ്ടാവില്ല കേട്ടോ. പിന്നെ ആ പൊടീൻ്റെ ഇതൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെയും വരും. ഞാൻ പറഞ്ഞത് നമ്മൾ മുട്ടക്കറി ഇന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. വിചാരിക്കും ഇവളെന്താ ഈ കത്തിയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്നല്ലേ, തേങ്ങ പൊളിക്കണം. തേങ്ങ പൊളിച്ചതില്ല, ഞാൻ തേങ്ങയൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല. ഇപ്പോൾ തേങ്ങ കുറേ ഉണങ്ങി ചാടിക്കിടപ്പുണ്ടല്ലോ, അത് വെറുതെ പോകില്ല. അപ്പം തേങ്ങ പൊളിച്ചിട്ട് വേണം മുട്ടക്കറി ഉണ്ടാക്കാൻ. ഉണ്ടോ തേങ്ങ ഇങ്ങനെ കാണുമ്പോൾ സംഭവം ചെറുതാണെങ്കിലും പൊളിക്കുമ്പോൾ തേങ്ങ ഉണ്ട്. തേങ്ങയ്ക്ക് വലുപ്പമുണ്ട്. അതിൻ്റെ പിന്നെ ചകിരിക്ക് കട്ടി കുറവാണ്. തേങ്ങ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തേങ്ങയാണ്. വേണ്ട, തേങ്ങ പൊളി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി നോക്കാം. കറിയിലേക്ക് ഒരു സബോള, ഒരു തക്കാളിയും, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് എന്താ ചെയ്യുന്നതെന്ന് കാട്ടിത്തരാം. രാവിലെ ചായക്ക് കടി പഴം പുഴുങ്ങാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറടുപ്പത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ സബോളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഞാൻ അരിഞ്ഞതാണ്. മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. മിക്സിയിൽ ഇതാദ്യം അരച്ചെടുക്കാം, എന്നിട്ട് പിന്നെ തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ തക്കാളിയും സബോളയും എല്ലാം കൂടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കറി വയ്ക്കാൻ പോകാം കേട്ടോ. എന്താ ചട്ടി ചൂടായി, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിലേക്ക് നമ്മൾ മസാല എടുത്തിട്ടുണ്ട്. മസാലയില്ല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി കേട്ടോ. നല്ലോണം ഒന്ന് ചേർക്കുക. നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച തക്കാളി, സബോള ഒക്കെ കൂടെ ചേർത്ത് പരിപ്പ് കറി ഇത് എണ്ണയിൽ കിടന്നു. ഇപ്പം അതിൻ്റെ പച്ചപ്പൊക്കെ നല്ലോണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇങ്ങനെ കറിയിലേക്ക് അത് ചായ കുടിച്ചാൽ കഴുകുങ്ങി അതിപ്പോൾ ആവും 2 മിനിറ്റ് കറിപ്പാവും. അതിലേക്ക് നമുക്ക് ഈ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ, അരച്ച് വെച്ചാൽ. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടി ഇതിലിട്ടുണ്ടായിരുന്നു. അതും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പാകത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ചാറുണ്ടാവില്ല. ചാറ് വേണമെന്നുള്ളവർക്ക് ചാറാക്കാം. ഇനി ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും കൂട്ടാക്കാം. ഇത് ഞാൻ തേങ്ങ നല്ലോണം അരച്ചിട്ടില്ലേ. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് തിളച്ച് വന്നാൽ മുട്ടയിട്ട് നമുക്ക് കറി ഇളക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും. അടിപൊളി കറിയാണ്, ചോറിനൊക്കെ കൂട്ടാൻ. അമ്മൂനിന്ന് നേരത്തെ പോകണമായിരുന്നു. ഇന്നലെയൊക്കെ അവരെ ബസ് 9:30 സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പം. അപ്പോൾ അവർക്ക് 9:15 ബെല്ലടിക്കുന്നത് കൊണ്ട് ഒരുപാട് വൈകി. അപ്പോൾ ഇന്ന് അവൾ അപ്പുറ വഴി പോകണമെങ്കിൽ, പുന്നയ്ക്ക വഴി പോകണമെങ്കിൽ തിരുവമ്പാടി പോയിട്ട് വേണം. അപ്പോൾ അവൾ 7:30 ആയപ്പോഴേക്കും പോയിട്ടോ. ഞാനത് ഓർത്തില്ലായിരുന്നു. ഞാൻ 6 മണിക്ക് അന്ന് എഴുന്നേറ്റ് തട്ടിപ്പടച്ച് ചോറും കറിയൊക്കെ ആക്കി
അവളെ പറഞ്ഞു വിട്ടതാ, മൊത്തം നിരന്ന് കിടക്കുകയാണ്. ഇനി ഇതൊക്കെ കഴുകി അടിച്ച് തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ ഇനി ഭയങ്കര തകൃതിയിലുള്ള പണിയാട്ടോ. ഇതൊക്കെ ഒന്ന് കഴുകി വെച്ച് അടിയും തുടയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും കൂടെ പോവാം. അപ്പോൾ ബാക്കി ഞാൻ വേഗം ചെയ്യട്ടെ കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ പോവുക. 9 മണിയായി. ഇനി വേഗം പോയില്ലെങ്കിൽ ബസ് കിട്ടില്ല. അപ്പോൾ ബൈ ബൈ.